അഹമ്മദ് സാഹിബ് കണ്ണൂർ സിറ്റിയിൽ ജനിച്ച് ലോകത്തോളം വളർന്ന ഒരു പ്രതിഭയാണ്. ഇന്ത്യക്കാരുടെ അഭിമാനമായ അഹമ്മദ് സാഹിബ് മൺമറഞ്ഞിട്ട് 8 വർഷം പൂർത്തിയാകുകയാണ്. ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ ആശയാദർശങ്ങളും മാനവിക മൂല്യങ്ങളും പ്രചരിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി 3 വർഷങ്ങൾക്ക് മുമ്പ് കണ്ണൂരിൽ രൂപീകൃതമായ അഹമ്മദ് ഫൗണ്ടേഷൻ അഹമ്മദ് കാലം ചിന്ത എന്ന ക്യാപ്ഷനിൽ ഒരു അന്തർദേശീയ കോൺഫറൻസ് ഫെബ്രുവരി 8-9 തീയതികളിൽ കണ്ണൂരിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഓരോ 2 വർഷം കൂടുമ്പോഴും ഈ ക്യാപ്ഷനിൽ നടക്കുന്ന അന്താരാഷ്ട്ര സമ്മേളനത്തിൽ അതത് കാലത്തെ സാമൂഹ്യവും രാഷ്ട്രീയവും ആയിട്ടുള്ള വിഷയങ്ങൾ അഭിസംബോധന ചെയ്യുന്ന രൂപത്തിലാണ് ഇതിൻ്റെ പ്രഥമ എഡിഷൻ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇനി അങ്ങോട്ടും ഈ ഒരു രീതിയിലാണ് സമ്മേളന പരിപാടികൾ നടക്കുക. പ്രഥമ എഡിഷൻ്റെ സമ്മേളന പ്രമേയം ആഗോള നീതി ജനാധിപത്യ ഇന്ത്യ അഥവാ ഗ്ലോബൽ ജസ്റ്റിസ് ഡെമോക്രാറ്റിക് ഇന്ത്യ എന്നതാണ്. ഈ വിഷയത്തെ ആസ്പദമാക്കിയും രാജ്യം അഭിമുഖീകരിക്കുന്ന ബഹുമുഖമായിട്ടുള്ള പ്രശ്നങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയും ലോകോത്തര പ്രശസ്തരായിട്ടുള്ള പ്രതിഭകൾ പങ്കെടുക്കുന്ന സമ്മേളനമാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറും പ്രശസ്തനായിട്ടുള്ള ഇറാഖി നോവലിസ്റ്റുമായിട്ടുള്ള സിനാൻ ആൻഡൂൺ ഉൾപ്പെടെ ഡോക്ടർ രാം പുനിയാനി ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ തന്നെ ഫാസിസ്റ്റ് പ്രവണതയ്ക്കെതിരായി അതിശക്തമായിട്ടുള്ള പോരാട്ടം നടത്തുന്ന പ്രഗത്ഭമതികളായിട്ടുള്ള വ്യക്തിത്വങ്ങൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അക്കാഡമിക് സെഷനുകളും പാനൽ ഡിസ്കഷനുകളും അതുപോലെ ഉദ്ഘാടന സമാപന സമ്മേളനങ്ങൾ അഹമ്മദ് സാഹിബിൻ്റെ പേരിലുള്ള പ്രഥമ എക്സലൻസ് അവാർഡ് സമർപ്പണം തുടങ്ങി വ്യത്യസ്തമായിട്ടുള്ള പരിപാടികൾ ആണ് ഇതോടനുബന്ധിച്ച് നടക്കുന്നത്. അഹമ്മദ് സാഹിബിൻ്റെ ജന്മനാടായ കണ്ണൂർ സിറ്റിയിൽ അഹമ്മദ് സാഹിബിൻ്റെ കാലത്തെയും അദ്ദേഹത്തിൻ്റെ ചിന്തയെയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെയും ഒക്കെ അടയാളപ്പെടുത്തുന്ന വിധത്തിലുള്ള ഒരു ഹെറിറ്റേജ് വാക്ക് ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഒരു ഇൻ്റർനാഷണൽ ബുക്ക് ഫെയർ, അതുപോലെ തന്നെ അഹമ്മദ് സാഹിബിൻ്റെ നാനാ തുറകളിലുള്ള ഇടപെടലുകളെ അനാവരണം ചെയ്യുന്ന വിധത്തിലുള്ള ഒരു എക്സിബിഷൻ, ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായി നടക്കുകയാണ്. ഫെബ്രുവരി 8 പാണക്കാട് സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് പ്രൊഫസർ ഖാദർ മൊയ്തീൻ സാഹിബ്, ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ്, എല്ലാ എംപിമാരും കേരളത്തിലെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ അതുല്യമായിട്ടുള്ള പ്രതിഭകളൊക്കെ വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങളെ അധികരിച്ചു കൊണ്ട് നടക്കുന്ന സംവാദങ്ങളിൽ പങ്കുചേരുന്നുണ്ട്. വിപുലമായ ഒരു അഹമ്മദുമായി ബന്ധപ്പെട്ട ഒരു ക്യാമ്പയിൻ ഇതിനു മുമ്പ് നടന്നിട്ടുണ്ടോ? ഇല്ല. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ രാഷ്ട്രീയ നിലപാടുകളെയും നയപരിപാടികളെയും ഭൗതിക തലത്തിൽ കൂടി അടയാളപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ സമ്മേളനം വിഭാവനം ചെയ്തിട്ടുള്ളത്. മാത്രമല്ല, കണ്ണൂരിൽ അഹമ്മദ് സാഹിബിൻ്റെ പേരിൽ കഴിഞ്ഞ 3 വർഷമായി ഒരു ഫൗണ്ടേഷൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അഹമ്മദ് ഫൗണ്ടേഷൻ ഒരു റിസർച്ച് ആൻഡ് സ്റ്റഡി സെൻറ്റർ അദ്ദേഹത്തിൻ്റെ സ്മരണക്കായി പണിയണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ആ തലത്തിൽ ഗവേഷണാത്മകമായിട്ടുള്ള കാര്യങ്ങൾ വിശകലനം ചെയ്തുകൊണ്ടും ചർച്ച ചെയ്തുകൊണ്ടും പുതിയ തലമുറക്ക് അഹമ്മദ് സാഹിബിനെയും അദ്ദേഹത്തിൻ്റെ ചിന്തകളെയും പരിചയപ്പെടുത്തുക, അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളെ അടയാളപ്പെടുത്തുക എന്നുള്ളതാണ് ഈ സമ്മേളനത്തിൻ്റെ മുഖ്യമായിട്ടുള്ള ലക്ഷ്യം. റിസർച്ച് സെൻറ്ററിന് വേണ്ടിയിട്ട് ഞങ്ങൾ കണ്ണൂരിൻ്റെ പരിസരത്ത് തന്നെ ഒരു നല്ലൊരു സ്ഥലം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതിന് പുറമെ കണ്ണൂർ കോർപ്പറേഷൻ ഒരു 14 സെൻറ്റ് സ്ഥലം അദ്ദേഹത്തിൻ്റെ സ്മരണക്കായി ഒരു ആസ്ഥാന മന്ദിരം പണിയുന്നതിന് വേണ്ടി ലീസിന് നൽകാം എന്ന് സമ്മതിച്ചിട്ടുണ്ട്. അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ സംസ്ഥാന ഗവൺമെൻറ് തലത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്.
അത് എത്രയും പെട്ടെന്ന് ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് ലഭ്യമാകുന്നതോടുകൂടി അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്യും. ഈ അഹമ്മദ് സാഹിബ് ഒരു മുസ്ലിം ലീഗിന്റെ ഒരു നേതാവ് എന്നതിനപ്പുറം അത് നമ്മുടെ ഒരു കേന്ദ്ര മന്ത്രി എന്നൊരു പൊതു മണ്ഡലത്തിലുള്ള ഒരു നേതാവാണ്. അപ്പോൾ സർക്കാരും ഈ കാര്യത്തിൽ ഒരു സഹായം നൽകേണ്ടതുണ്ടല്ലേ? തീർച്ചയായും. അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ ഒരു നേതാവ് മാത്രമല്ല, ഇന്ത്യയുടെ വിദേശകാര്യ അതുപോലെ തന്നെ മാനവവിഭവശേഷി റെയിൽവേ വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ടുള്ള സഹമന്ത്രിയായിരുന്നു. അതുപോലെ ഐക്യരാഷ്ട്രസഭയിൽ ഒട്ടേറെ തവണ BJP ഗവൺമെൻറ് അധികാരത്തിലുള്ള കാലത്തോളം ഇന്ത്യയെ പ്രതിനിധീകരിച്ചിട്ടുള്ള മഹാവ്യക്തിത്വമാണ്. നയതന്ത്ര മേഖലകളിൽ അദ്ദേഹത്തിൻ്റെ സേവനം ഇന്ദിരാഗാന്ധിയുടെ കാലം മുതൽ ഉപയോഗപ്പെടുത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ വിധത്തിൽ ഒരു വിശ്വപൗരൻ എന്നുള്ള നിലവാരത്തിലേക്ക് ഉയർന്നു വന്നിട്ടുള്ള മലയാളികളുടെ കൂട്ടത്തിൽ അഹമ്മദ് സാഹിബ് പ്രഥമഗണനീയനാണ്. അതുകൊണ്ട് അദ്ദേഹം കേവലം ഒരു രാഷ്ട്രീയ നേതാവ് എന്നതിനപ്പുറത്ത് എല്ലാ ആളുകൾക്കും സ്വീകാര്യയോഗ്യനായ ഒരു വ്യക്തിത്വമാണ്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് അനുകൂലമായിട്ടുള്ള സഹായം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഈ സെമിനാറിലേക്കും ഒരു രാഷ്ട്രീയത്തിനപ്പുറത്തേക്കുള്ള ഒരു കാര്യങ്ങൾ തന്നെയാണ് എല്ലാവരെയും ക്ഷണിച്ചിട്ടുള്ളത്. തീർച്ചയായും. മുഖ്യമായും ഞങ്ങളതിൽ ഉദ്ദേശിക്കുന്നത് അക്കാഡമീഷ്യൻസ്, ഹിസ്റ്റോറിയൻസ് അങ്ങനെ ഉള്ള ആളുകളെയാക്കാണ്. പൊളിറ്റിക്കൽ പ്രതിനിധികൾ എന്നതിനപ്പുറത്ത് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ ഇതിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. സംവാദങ്ങളുണ്ട്, ഡിബേറ്റുകളുണ്ട്, അതിലൊക്കെ അനുയോജ്യരായിട്ടുള്ള വ്യക്തിത്വങ്ങളെ ഇതിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. തീർച്ചയായും ഓരോ 2 വർഷം കൂടുമ്പോൾ ഇത്തരം കോൺഫറൻസുകൾ നടത്തണം എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിന് പുറമെ കണ്ണൂരിലെ പ്രൊഫഷണൽ സ്റ്റഡീസിന് ശ്രമിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കണ്ണൂരിലെ പ്രശസ്തമായിട്ടുള്ള ഒരു സ്ഥാപനവുമായി അസോസിയേറ്റ് ചെയ്ത് ഒരു സ്കോളർഷിപ്പ് സ്കീം കൂടി ഞങ്ങൾ ഈ സമ്മേളനത്തോടനുബന്ധിച്ച് ലോഞ്ച് ചെയ്യുകയാണ്. അതിൻ്റെ പ്രഖ്യാപനവും കൂടി ഈ സമ്മേളനത്തോടനുബന്ധിച്ചുണ്ടാകും. അതിന് പുറമെ ബഹുമാനപ്പെട്ട KC വേണുഗോപാലിന് അഹമ്മദ് സാഹിബിൻ്റെ പ്രഥമ പുരസ്കാരം നൽകണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള അനൗൺസ്മെൻറ്റ് വരാനിരിക്കുന്നേ ഉള്ളൂ.